പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തകൻ പറയുന്നു, മരണത്തിൻ്റെ രോദനം എന്നെ വലയം ചെയ്തു, പാതാളവാശങ്ങൾ എന്നെ വരിഞ്ഞുകെട്ടി. എൻ്റെ ദുരിതങ്ങളിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എൻ്റെ സ്വരം ശ്രവിച്ചു എന്ന്. കാരുണ്യവാനായ കർത്താവെ, കൊലയ്ക്ക് കൊണ്ടുവന്ന് ശാന്തനായ കുഞ്ഞാടിനെ പോലെ അങ്ങ് പീഡകൾ സഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഓർക്കുന്നു. ജെറമ്യാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആരും നീതിയായി വിധിക്കുന്നില്ല എന്നും ഹൃദയം മനസ്സും മലിനപ്പെട്ടു പോയെന്നും, എന്നാൽ കർത്താവെ, നീതിമാനെ അങ്ങ് കാണുന്നുവെന്നും അവൻ്റെ ഹൃദയം പരിശോധിക്കുന്നുവെന്നും ഞങ്ങളറിയും. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽച്ചൊരി ഞങ്ങളുടെ ഓരോരുത്തരെയും അങ്ങിൽ അഭയം പ്രാപിക്കാൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കും. കർത്താവെ, എന്നെ രക്ഷിക്കണമേ, മോചിക്കണമേ. എൻ്റെ ദൈവമായ കർത്താവെ, നിഷ്കളങ്ക ഹൃദയമുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് അങ്ങാണ് എൻ്റെ പരിചയമെന്നും അങ്ങ് അനുദിനവും എന്നെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണോ? ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീൽ നിന്നല്ലേ വരുന്നത്? ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദൊക്കെ ബെത്ലഹീമിൽ നിന്നുമാണെന്നും വരുമെന്നല്ലേ വിശുദ്ധ ലിഖിതം പറയും. അവനെക്കുറിച്ച് പലതരത്തിലുള്ള ചിന്തകളാണ്. എന്നാൽ നീ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച അവനാണ് നിൻ്റെ നാഥനായി നീ അംഗീകരിച്ചാൽ അവൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. രക്ഷകനും നാഥനുമായി സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ സാധ്യം. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും നമ്മൾ ജീവിച്ച അവസരങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ആത്മാവിൻ്റെ നിറവയോട് ആത്മനിർവൃതിയോടും കൂടി പറയാം, യേശു എൻ്റെ നാഥനും രക്ഷകനുമാണ്. അവിടെ നിന്നാണ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുകൊണ്ട് രക്ഷ നേടിയത്. ആ രക്ഷയിൽ ഞാൻ ആനന്ദിക്കും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നടഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.